പുറത്ത് കാത്തുനിന്ന പോലീസ് സംഘം ചാടി വീണാണ് ഇയാളെ കീഴ്പ്പെടുത്തുന്നതും. തുടർന്ന് ആദ്യഘട്ടത്തിൽ ഇയാൾ ആണ് ഇത് ചെയ്തതെന്ന് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ പോലീസിൻ്റെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് താനാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് സമ്മതിക്കുകയായിരുന്നു. ഇയാളോടൊപ്പം ഇയാൾ താമസിച്ചിരുന്ന സ്ഥലത്ത് പത്തനംതിട്ട സ്വദേശിനിയായിട്ടുള്ള ഒരു 19 വയസ്സുകാരി ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. അത് ഇവർ ലിവിങ് ടുഗദർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ കുട്ടിയെയും ഇത്തരത്തിൽ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി വിളിച്ചു വരുത്തിയതാണോ, മറ്റെന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നോ എന്നതും തീർച്ചയായും പോലീസ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ആപ്പുകൾ, കൃത്യമായും ആപ്പുകൾ എന്ന പേര് തീർച്ചയായും അതിന് അനർത്ഥമാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ എപ്പോഴും ഒരു ചതിക്കുഴിയാണ്. നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ എടുക്കാൻ യാതൊരു ക്രൈറ്റീരിയയുമില്ല. അവർക്ക് 18 വയസ്സെന്നൊരു വ്യാജമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ട് കൊടുത്താൽ അവർക്ക് ആ ഒരു സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടായി. അതിന് പകരം KYC പോലുള്ള അല്ലെങ്കിൽ ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ ഹാജരാക്കിയതിന് ശേഷം മാത്രം ഇത്തരത്തിലൊരു അക്കൗണ്ട് എടുക്കാൻ സാധിക്കൂ എന്നൊരു നിലയിലേക്ക് അതിലെ അംഗത്വം എടുക്കൽ എന്ന ഒരു പ്രക്രിയ അങ്ങനെ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈ ദുരുപയോഗങ്ങൾ, ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ കുറയുമായിരിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്.